ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് റുബീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ക്ലൻസിങ് യൂസ് ചെയ്യേണ്ടത്, ക്ലൻസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഹൗ ടു യൂസ് എ ഗുഡ് ക്ലൻസർ ആൻഡ് ഹൗ ടു ദ റൈറ്റ് വേ ടു യൂസ് ദ ഗുഡ് ക്ലൻസർ എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ what is cleansing? Cleansing is the first step of the skin care. അല്ലേ, നമ്മുടെ സ്കിന്നിനെ ഏറ്റവും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഫേഷ്യൽ ചെയ്യായാലും മേക്കപ്പ് റിമൂവ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാൻ ബിഫോർ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ ആയാലും നമ്മൾ നന്നായിട്ട് ഒരു ക്ലെൻസിങ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്താൽ മാത്രമേ ഒരു ഗുഡ് റിസൾട്ട് അതിന് കിട്ടുള്ളൂ. നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക്, ഒരു റിഫ്രഷിങ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്ലെൻസർ ചൂസ് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും ഒരു സ്കിൻ റിഫ്രഷിങ് ഏജൻ്റായ നന്നായി നിങ്ങൾക്ക് സൂട്ടായി തോന്നുന്ന ഒരു ക്ലെൻസർ നിങ്ങൾ മസ്റ്റായിട്ടും സെലക്ട് ചെയ്തിരിക്കണം. നമുക്ക് 3 ടൈപ്സ് ഓഫ് സ്കിന്നാണ് മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന് നാച്ചുറൽ സ്കിൻ, ഓയിലി സ്കിൻ ആൻഡ് ഡ്രൈ സ്കിൻ. നാച്ചുറൽ സ്കിൻകാരെ പറയുകയാണെന്ന് വെച്ചാൽ അവർ വെറുതെ ഒന്ന് ഒരു pH ബാലൻസ്ഡ് സോപ്പോ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് മിൽക്കോ അല്ലെങ്കിൽ ഒരു ക്ലെൻസറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് ഈസ് വെരി ചാമിങ്. അവർ റിയലി ലക്കി പീപ്പിൾസാണ് കേട്ടോ, നാച്ചുറൽ സ്കിന്നുള്ള പീപ്പിൾസ്. പിന്നെ ഓയിലി ആൻഡ് ഡ്രൈ സ്കിന്ന് അവർ മസ്റ്റായിട്ടും എപ്പോഴും സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നു വെച്ചാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ഡർട്ട് ആൻഡ് ഓയിലി സീബംസ് എപ്പോഴും പ്രൊഡ്യൂസ് കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഡർട്ടെല്ലാം പോയിരിക്കുമ്പോൾ, പോർസിൻ്റെ ഉള്ളിലെല്ലാം സ്കിൻ പോർസിലെല്ലാം ഡർട്ടെല്ലാം പോയിരിക്കുമ്പോൾ, അപ്പോൾ നമ്മളൊരു ഫ്രീക്വൻറ്റ് വാഷ് എപ്പോഴും നമ്മൾ ഓയിലി സ്കിൻകാർ ക്ലെൻസർ ഉപയോഗിച്ച് ചെയ്യേണ്ടത് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെ ഡ്രൈ സ്കിൻകാർ ക്ലെൻസർ ഒരു ടൈംസ് ഡെയിലി യൂസ് ചെയ്താൽ മതിയായിരിക്കും. അവർ പിന്നെ കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്താൽ മതി എപ്പോഴും ഫേസ്. എന്നു വെച്ചാൽ ഡ്രൈൻ്റെ കൂടെ ഈ സോപ്പിൻ്റെ കെമിക്കൽ എല്ലാം ഹാർഷ് കെമിക്കൽസ് മിക്സ്ഡായുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ഡ്രൈ ആയിട്ട് അതെല്ലാം സ്കിന്നിന് ക്രാക്കെല്ലാം വരാനുള്ള ചാൻസുണ്ട്, പിമ്പിൾസ് വരാനുള്ള ചാൻസുണ്ട്. അപ്പോൾ ഏക്കിനെ ഫേസുള്ളവരും എപ്പോഴും ഒരു നല്ല ക്ലെൻസർ യൂസ് ചെയ്യണത് ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഏക്കിനെ അതെല്ലാം പൊട്ടുമ്പോൾ അല്ലെങ്കിൽ സ്കിൻ പോർസിൻ്റെ ഉള്ളിൽ എല്ലാം ഡർട്ട് പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കിനെ സ്കിന്നുള്ളവർക്ക് കൂടുതൽ ഏക്കിനെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലൊരു ക്ലെൻസർ എപ്പോഴും യൂസ് ചെയ്യണതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്ലെൻസർ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്? ഡോണ്ട് ഡു വിഗ്രസ് സ്റ്റെപ്പ്, ഓൺലി അപ്ലൈ ഇൻ ദ അപ്വേർഡ് ആൻഡ് ഔട്ടർ വേർഡ് മൂമെൻറ്റ്സ് അത്രയേ വേണ്ടൂ. ജസ്റ്റ് അപ്ലൈ ഇൻ 1 മിനിറ്റ് ആൻഡ് റിമൂവ് ഇറ്റ് ഇൻ ദ കോട്ടൺ അതർവൈസ് വെറ്റ് ടിഷ്യൂസ് യൂസ് ചെയ്തിട്ട് അത് ജെൻറ്റിലായി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രം മതി. അത്രയേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ഫിംഗേഴ്സിൽ എപ്പോഴും കോട്ടൺ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് വൈപ്പ് ഔട്ട് ആൻഡ് ചെയ്താൽ മതിയായിരിക്കാം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടിയും ഫ്രഷ് തോന്നുന്നു വെച്ചെങ്കിൽ ഒന്ന് വാഷ് ചെയ്താൽ മതി. കൂൾ വാട്ടറിൽ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഇത് പ്രൊഡക്റ്റ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ന്യൂട്രിജനയുടെ ഒരു ക്ലെൻസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും ഇത്. പക്ഷേ ഇതൊരു നല്ലൊരു ബെറ്റർ റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റാണ്.
അപ്പോൾ ഒരു ക്ലെൻസിങ് മിൽക്ക് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ ായി തോന്നുന്നത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്തോളൂ. അതിനുശേഷം മസ്റ്റായിട്ട് നിങ്ങളൊരു ടോണർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ഇതാണ്, ബയോട്ടിക്കിൻ്റെ ഹണി. ഇത് പ്രോഡക്റ്റ് പ്രൊമോഷനൊന്നുമല്ല, എന്നാലും കൂടി ഇതൊരു നല്ല റിസൾട്ട് തരുന്ന പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾക്കും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഒരു ക്ലെൻസിങ് കാര്യത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യണത് എന്നും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൂബി സൈനിങ് ഓഫ്.